ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ ഏത് ആപ്പാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് ബ്രോക്കറാണ് നല്ലത്? പുതുതായി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ഒരു സംശയമാണത്. ഒരുപാട് ബ്രോക്കേഴ്സ് ഉള്ളതിനാൽ തന്നെ എന്നോടും ഒരുപാട് പേർ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റ് പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. പ്രധാനമായും 3 തരത്തിലുള്ള ബ്രോക്കേഴ്സാണ് ഇന്ത്യയിലുള്ളത്. ഒന്നാമതായി ഫുൾ സർവീസ് ബ്രോക്കർ, രണ്ടാമതായി ഡിസ്കൗണ്ട് ബ്രോക്കർ, മൂന്നാമതായി ബാങ്ക് ബേസ്ഡ് ബ്രോക്കർ. ഇവയിൽ ഏത് ബ്രോക്കറാണ് നല്ലതെന്ന് ഒരാളോട് ചോദിച്ചാൽ അയാൾക്ക് ഏത് ബ്രോക്കറാണ് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് അവരുടെ പേര് റെക്കമെൻഡ് ചെയ്യും. അതിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് തരുന്ന ബ്രോക്കേഴ്സിനായിരിക്കും. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഏത് ബ്രോക്കറെ തിരഞ്ഞെടുത്താലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് സെബിയുടെ അണ്ടറിലുള്ള ഗവൺമെന്റ് ഡിജിറ്റൽ അൽമാരയിലാണ്, ബ്രോക്കേഴ്സിന്റെ കയ്യിലല്ല. അതിനാൽ തന്നെ എല്ലാ ബ്രോക്കേഴ്സും ഏകദേശം സെയിം സർവീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം, സബ് ബ്രോക്കേഴ്സ്. സബ് ബ്രോക്കർ എന്താണെന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരനാണ് സബ് ബ്രോക്കേഴ്സ്. നിങ്ങളുടെ സബ് ബ്രോക്കർ നല്ലവനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അയാൾ ചെയ്തു തരും. നല്ല സബ് ബ്രോക്കറെ കിട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രോക്കറുടെ അക്കൗണ്ട് ഫുള്ളി ഓൺലൈനായി ഓപ്പൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ സഹായത്തോടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബ്രോക്കർക്ക് കൊടുക്കുന്ന ബ്രോക്കറേജിന്റെ ഏതാനും പെർസെൻറ്റേജ് അയാൾക്ക് കിട്ടും. അതിനാൽ തന്നെ അയാളുടെ സഹായങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഏത് ബ്രോക്കർ എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങലാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.